ലുക്കിൽ മാറ്റം വരുത്താം, കോൺഫിഡൻസ് വീണ്ടെടുക്കാം. ബിക്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടേഴ്സ് ടവർ, മെയിൻ റോഡ്, ചേലക്കര. ലെറ്റ് യുവർ സ്റ്റൈൽ സ്പീക്ക്. ചേലക്കരയിൽ വിദ്യാർത്ഥിനിക്ക് അധ്യാപികയുടെ ക്രൂരമർദ്ദനമെന്ന് പരാതി. ചേലക്കര ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് പ്രധാന അധ്യാപികയുടെ മർദ്ദനമേറ്റത്. മർദ്ദനത്തെ തുടർന്ന് വിദ്യാർത്ഥിനി തലകറങ്ങി വീണു. എന്നാൽ ഈ കുട്ടിക്ക് പ്രാഥമിക ചികിത്സ നൽകാൻ അധ്യാപകർ ശ്രമിച്ചില്ലെന്നും സ്കൂളിൽ വന്ന മറ്റൊരു വിദ്യാർത്ഥിനിയുടെ രക്ഷിതാവാണ് കുട്ടിയുടെ വീട്ടിൽ വിവരമറിയിച്ച് ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചതെന്നും പരാതി. ടീച്ചർ അടിക്കാണ്, ഓരോ വിഷയങ്ങൾ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞിട്ട് നല്ല അടിയുണ്ട്. പിന്നെ പുറത്ത് നിർത്തല്, 3 പീരീഡൊക്കെ കുട്ടികളെ പുറത്ത് നിർത്തി അവർക്ക് പിന്നെ അന്നത്തെ ദിവസം പഠിക്കാൻ കിട്ടുക. ഈ 10ൽ പഠിക്കുന്ന കുട്ടികൾ ഓരോ ദിവസം പോലും അവരുടെ ക്ലാസ് പാഴാക്കാതെ നമ്മൾ വീട്ടിൽ കൂടുക. പിന്നെ ടീച്ചർമാർ ചെറിയ കാരണങ്ങൾ കൊണ്ടൊക്കെ പുറത്ത് നിർത്തി പറഞ്ഞപ്പോൾ ഞാനതൊരു ടീച്ചറോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും ചെയ്യരുത്, പുറത്ത് നിർത്തിയിട്ട് എന്തെങ്കിലും വിഷയം എന്നോട് പറയണമെന്ന്. പക്ഷെ ഇന്ന് പിന്നെ കുട്ടിക്ക് സംഭവിച്ചിട്ട് അവർ അടിച്ച് ടീച്ചർ ഭയങ്കരമായിട്ട് കുട്ടീനെ അടിച്ച് ഇതാക്കിയിട്ട് കുട്ടി തലകറങ്ങി വീണു. ഇങ്ങോട്ട് അത് ശ്രദ്ധിക്കാതെ വേറൊരു കുട്ടിയുടെ പേരൻസ് വന്നപ്പോഴാണ് ഒരു മോള് അത് പറഞ്ഞ് കരഞ്ഞിട്ട് അവരാണ് അറിയിച്ചത് തന്നെ. കുട്ടി ഭയങ്കര കരച്ചിൽ. അവളങ്ങനെ കരയാത്തൊരു കുട്ടിയാണ്, അവൾ നല്ല സ്ട്രോങ് ആണ്, അവളത്ര പെട്ടെന്നൊന്നും കരയില്ല. അപ്പോൾ ഒരു മോൾ കരഞ്ഞപ്പോൾക്ക് നീ ഇവിടെ പഠിക്കേണ്ട, ഈ സ്കൂളിൽ തന്നെ നമുക്ക് പോവുക എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരതായി ടീച്ചർമാർ ഇവിടെ ഇരിക്കുന്ന കാരണങ്ങൾ പറഞ്ഞാൽ പറയുമ്പോൾ എനിക്ക് അവരുടെ കാരണങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ, എനിക്ക് എൻ്റെ മോളേനല്ലേ രക്ഷപ്പെടുത്തില്ല, എന്താ കുട്ടിക്ക് സംഭവിച്ചിരിക്കണമെന്നൊന്ന് നോക്കണ്ടേ. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടാണ് കുട്ടീനെ. ഈ കുട്ടി മാത്രമല്ല, എനിക്ക് 3 പെൺകുട്ടികളാണ്. എൻ്റെ വീട് തോൽപ്പാടാണ്. തോൽപ്പാട് സ്കൂളിൽ വരുന്ന ആക്കാതെ നല്ലൊരു സ്കൂളല്ലേ, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളല്ലേ. നമുക്ക് 3 മക്കളെ ഇവിടെ കൊണ്ട് ചേർത്തി LKG മുതലല്ലേ ഞങ്ങൾക്ക് ഒരുപാട് പൈസക്കൊക്കെ ചിലവുണ്ട്, വണ്ടി ഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. തുടർന്ന് വിദ്യാർത്ഥിനി ചേലക്കര പോലീസിൽ പരാതി നൽകി. സ്കൂളിലെ മറ്റു കുട്ടികൾക്കും ഇത്തരത്തിൽ അധ്യാപകരിൽ നിന്നും മർദ്ദനമേറ്റിട്ടുണ്ടെന്നും വിദ്യാർത്ഥി പറഞ്ഞു. ടീച്ചർ IT ക്ലാസ് കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ടെക്സ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു ക്ലാസ്സിൽ പോയി ടെക്സ്റ്റ് എടുത്തിട്ടുണ്ടായോ എന്ന്. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ പോയി ടെക്സ്റ്റ് എടുക്കുമ്പോൾ ടെക്സ്റ്റ് എടുത്തിട്ട് കുറച്ചവിടെ ഇരുന്നു. അവിടെ ഇരുന്നപ്പോൾ കുറച്ച് 2 മിനിറ്റൊക്കെ കഴിഞ്ഞു. അപ്പത്തിനും നോട്ട് എടുത്തിട്ട് സൈഡിൽ കൂടെ പോകാൻ നിൽക്കുമ്പോൾ ടീച്ചർ ക്ലാസ്സിൽ വന്നു. എന്നിട്ട് ഒന്നും പറയാണ്ട് ഞങ്ങളെ HM കൊണ്ടുപോയി. HM കൊണ്ടുപോയിട്ട് HM ഓരോരുത്തരോടും കാരണം ചോദിക്കാണ്ട് ഓഫീസ് റൂമിൽ കൊണ്ടുപോയിട്ട് പുറത്തിർത്തി അടിക്കാച്ച് ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇത് പുറത്ത് ഓഫീസ് റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ബാക്കിലേക്ക് നല്ല അടി പറഞ്ഞാൽ നമ്മുടെ പേരൻസ് പോലും നമ്മളിങ്ങനെ അടിച്ചിട്ടുണ്ടാവില്ല, അത്രയ്ക്ക് അടിയാണ് ഞങ്ങൾ അടിച്ചത്. ഞാൻ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സ് കുറേ ഉണ്ട്. എനിക്ക് തല ഇറങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ടീച്ചറോട് പോയി പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറയുക അവളോട് ഇരിക്കട്ടെ പറഞ്ഞിട്ട് ടീച്ചർ ക്ലാസ്സിൽ തന്നെ വരാണ്ടിരിക്കുക. എന്നിട്ട് ഒരു പീരീഡ് കഴിഞ്ഞപ്പോഴാണ് ടീച്ചർ തന്നെ വന്നത്. വേറെ കുറേ ടീച്ചർമാർ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ തങ്ങളുടെ മറ്റൊരു മകൾക്കും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും പരാതിപ്പെട്ടെങ്കിലും യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നും കുട്ടിയുടെ മാതാവ് ആരോപിക്കുന്നു. അവരിങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങൾക്കൊക്കെ കുട്ടികളെ ഒരുപാട് ദ്രോഹിക്കാൻ തന്നെ പറയാം, മാനസികമായിട്ട് പീഡിപ്പിക്കണമുണ്ട് ഒരുപാട്. അപ്പോൾ വലിയ 8ാം ക്ലാസ് മുതൽ തുടങ്ങും ഇവരോടുള്ള ഒരു ഇതുപോലെ അവർക്ക് ദേഷ്യം. അപ്പോൾ പിന്നെ ഇന്നത്തെ കുട്ടിക്ക് ഇതേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മോള് നന്നായി പഠിക്കുന്ന കുട്ടിയല്ലേ, 3 ആൾ നന്നായി പഠിക്കും. നിങ്ങൾ ഇങ്ങനെ ഇനിയും കുട്ടിയെ ഉപദ്രവിക്കുകയാണ്. എന്നെയും കൂടിയിട്ട് ഇതേപോലെ വീട്ടിലേക്ക് വിളിക്കും, വായു പറയും. ഞാൻ പിന്നെ എനിക്ക് വീട്ടിൽ ഹസ്ബൻഡ് നാട്ടിലില്ല, അപ്പോൾ ഞാൻ വരും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുമ്പോൾ എനിക്ക് മാനസികമായിട്ട് പ്രശ്നം വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മക്കളേനായിട്ട് ഞാൻ ജീവനെടുക്കും പറഞ്ഞു. അത്രക്കധികം എനിക്ക് മാനസികമായിട്ട് പ്രശ്നം വന്നു. ഇവർ സ്കൂളിൽ നിന്നുള്ള സിസ്റ്റർമാരാണ് കൂടുതൽ. ഇന്ന് മോളെ തല്ലിയേക്കുന്നത് ഹെഡ് മിസ്റ്ററാണ്. വണ്ടി ഇറങ്ങിയ പക്ഷേ മുന്നിലേക്ക് ഒരു 10 കുട്ടികൾ ഓടി വന്നിട്ട് അവരുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ എനിക്ക് വിഷമമായി. കുട്ടികളെല്ലാവരും കരയുക ചെയ്യണത്. ഉമ്മ ഞങ്ങളതിനൊക്കെ ഇതുപോലെ അടിച്ചു. പിന്നെ അവൾക്ക് തല കറങ്ങി വീണു, അവർ ശ്രദ്ധിച്ചില്ല. പിന്നെ ഇത് ചോദിക്കണം പറഞ്ഞാൽ അവരെല്ലാവരും കൂടി കരഞ്ഞപ്പോൾ ആ മക്കളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എൻ്റെ മോളുടെ കാര്യത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ ഈ പറയണമെന്ന് ഒരു ചാനലിൻ്റെ മുന്നിലാണ് നിൽക്കുന്നതും. അവിടെ ഇതേപോലെ മാനസികമായിട്ടോ കുട്ടികളെ പിന്നെ പീഡിപ്പിക്കുന്നുവെച്ചെങ്കിൽ അവരൊക്കെ രക്ഷപ്പെടണം. കുട്ടികൾ തുടങ്ങി പഠിക്കണ്ടേ. എന്നാൽ കുട്ടികൾ ഉന്നയിക്കുന്ന ആരോപണം ശരിയല്ലെന്നും പഠനവുമായി ബന്ധപ്പെട്ട ചെറിയ ശിക്ഷ മാത്രമാണ് നൽകിയതെന്നുമാണ് സ്കൂൾ അധികൃതർ പറയുന്നത്.
തിരക്കുകൾക്കിടയിൽ നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ഇടം, ജസ്റ്റ് ടു ഡിസ്കവർ യുവർ സെൽഫ്. ഇത് വെറും ഒരു ബ്യൂട്ടി പാർലർ അല്ല, ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. വൻ നഗരങ്ങളിലെ പ്രീമിയം വൈബ് ഇനി നമ്മുടെ ബണ്ടിൽ. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഇണങ്ങുന്ന ലുക്ക്, ട്രെൻഡിംഗ് ഹെയർ കട്ടുകൾ മുതൽ റിലാക്സിംഗ് സ്പാ വരെ, എവറിത്തിങ് ഈസ് ക്രാഫ്റ്റഡ് വിത്ത് പ്രിസിഷൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കംഫർട്ടബിൾ ആയ അറ്റ്മോസ്ഫിയർ. വി വാല്യൂ യുവർ കംഫർട്ട് ആസ് മച്ച് ആസ് യുവർ സ്റ്റൈൽ. ലുക്കിൽ മാറ്റം വരുത്താം, കോൺഫിഡൻസ് വീണ്ടെടുക്കാം. ബിക്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടേഴ്സ് ടവർ, മെയിൻ റോഡ്, ചേലക്കര. ലെറ്റ് യുവർ സ്റ്റൈൽ സ്പീക്ക്.